എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ്. കിച്ചൺ ടിപ്സ് എന്നല്ല പറയേണ്ടത്, കുക്കർ ടിപ്സ് എന്നാണ് കറക്റ്റ്. അതായത് കുക്കർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള, അപ്പോൾ അറിയുന്നതും അറിയാത്തതുമായ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ കേട്ടോ. നിങ്ങൾ കുക്കർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇതിൽ പറഞ്ഞ ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പോൾ അധികം പറഞ്ഞിട്ട് നീട്ടുന്നില്ല, ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ കുക്കർ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധയൊക്കെ കുറയും. കാരണം എന്നും ഉപയോഗിച്ച് ആ ഒരു പരിചയം വരുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ കൊടുക്കുന്ന ആ ഒരു ശ്രദ്ധയൊന്നും പിന്നെ കൊടുക്കില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഏറ്റവും ആദ്യം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു റെഗുലേറ്റർ വിസിൽ അല്ലെങ്കിൽ റെഗുലേറ്റർ വെയിറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു വെയിറ്റ് എപ്പോഴും നമ്മൾ നന്നായിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു അംശങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഹോളിൽ കയറിയിരിക്കും, അത് അടഞ്ഞിരിക്കും. പിന്നെ നമ്മൾ കുക്കറിൽ പിന്നെ എന്തെങ്കിലും ഭക്ഷണം കുക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ ആ പ്രഷർ തിങ്ങിയിട്ടാണ് വെയിറ്റ് വർക്ക് ചെയ്യാണ്ടും കൂടിയൊക്കെ വരുമ്പോഴാണ് കൂടുതലും കുക്കറിൽ അപകടങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെ ഉൾഭാഗം അതിൻ്റെ ഉള്ളിലത്തെ ആ ഹോളൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആക്കി വെക്കണം. ഈ ഒരു വെയിറ്റിൻ്റെ മോൾ ഭാഗം നമുക്കിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ പ്രത്യേകം നമുക്ക് എളുപ്പമാണ് ക്ലീൻ ചെയ്യാൻ, നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. ആ ഒരു ടൂത്ത് പീക്കൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഹോൾസിലൊന്ന് കുത്തി കൊടുക്കുക, അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആവും. അതുപോലെ നമുക്കൊന്ന് ഊതി കൊടുക്കാം, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കളയാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഇത് ഊരാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഊരുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറുത്ത കളറിലൊക്കെ കാണാം, ഭക്ഷണത്തിൻ്റെ ഇതൊക്കെ ഇരുന്നിട്ടാണ്, കണ്ടില്ലേ. ഞാനിത് കുറച്ച് ദിവസം ഇങ്ങനെ വെച്ചപ്പോഴാണ് ഇങ്ങനെ വന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ ശരിക്കും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നല്ല പുതിയതുപോലെ തന്നെയാവും. അപ്പോൾ അത് ഒന്ന് ഊരിയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി നമുക്കിത് ഇങ്ങനെ ഈ മുകളിലത്തെ ഈ ഒരു ക്യാപ്പ് ഇടാം, അതിൻ്റെ മുകളിലുള്ള സംഭവം വെച്ച് തിരിച്ച് ടൈറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്ക് ലൂസായിട്ട് ഇരിക്കാറുമുണ്ട്, അപ്പോൾ അത് നോക്കുകയും വേണം. ലൂസാണെങ്കിൽ ടൈറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഊരിയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്തായാലും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ പുറത്തേക്ക് അടയ്ക്കുന്ന ടൈപ്പ് കുക്കറാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അടയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ഇങ്ങനെ ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഒന്ന് കൈവച്ച് അമർത്തിയിട്ട് അതിൻ്റെ ആ ഒരു ലോക്ക് ഇടുക കേട്ടോ. കറക്റ്റിനെ തിരിച്ചിട്ട് ഒരേ ലെവലിലാക്കി ലോക്ക് ഇടില്ലേ, അങ്ങനെ ചെയ്യുക. അതല്ലാണ്ട് വെറുതെ നമ്മളങ്ങോട്ട് ഇട്ട് അടച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് അത് സ്ട്രക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്താലും അത് നമുക്ക് തുറക്കാൻ പറ്റില്ല, ഒരു രക്ഷയും ഉണ്ടാവില്ല. അവസാനം അത് ഷോപ്പിൽ കൊടുത്തിട്ടാണ് തുറന്നത്. അപ്പോൾ ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. അടയ്ക്കുന്ന സമയത്ത് ഒന്ന് കൈവച്ച് അമർത്തി കൊടുത്തിട്ട് ലോക്ക് ഇടുക. ഇനി അടുത്തൊരു പ്രശ്നം വരികയെന്ന് പറഞ്ഞാൽ, നമ്മൾ കുക്കറൊക്കെ വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് ചിലപ്പോൾ സൈഡിൽ കൂടെയൊക്കെ ആവി വരുന്ന പോലെ തോന്നുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുക്കർ തുറന്നിട്ട് ഈ വാഷർ എടുക്കുക. എന്നിട്ട് ഈ വാഷർ നല്ല തണുത്ത വെള്ളത്തിൽ, ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ ഐസ് വാട്ടറിൽ ഒരു 10 മിനിറ്റ് നേരം മുക്കി വെച്ചിട്ട് വീണ്ടും കുക്കറിൻ്റെ വാഷർ ഇട്ടിട്ട് അടച്ച് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രോബ്ലം മാറും. അപ്പോൾ അതുപോലെ നമ്മൾ ഡെയിലി കുറച്ച് സമയം ഫ്രീസറിൽ വെക്കുന്നത് നല്ലതാണ്. ഒരു അരമണിക്കൂറൊക്കെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ വാഷർ ഒന്ന് ടൈറ്റ് ആവാനും അത് അങ്ങനെ പെട്ടെന്ന് ലൂസ് ആവാണ്ടിരിക്കാനൊക്കെ നല്ലതാണ്. ഇനി അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കുക്കർ ഇൻഡക്ഷൻ ബേസ് ആണെങ്കിൽ, ഇൻഡക്ഷൻ ബേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിഭാഗം ഇതുപോലെ ഉണ്ടാവും, ഇൻഡക്ഷൻ കുക്കറിൽ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ. അങ്ങനെയുള്ളതാണെങ്കിൽ കുക്കർ ഒരിക്കലും ഡ്രൈ ആയിട്ട് ഹീറ്റ് ചെയ്യരുത്. അതായത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ചിലവർ നമ്മൾ അതിൻ്റെ അടിയിലൊരു തട്ട് വെച്ചിട്ട് കുക്കർ ചൂടാക്കില്ലേ, അങ്ങനെ ആ ഒരു രീതിയിലുള്ള കുക്കിംഗ് ഇൻഡക്ഷൻ ബേസ് ഉള്ള കുക്കറിൽ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ ആ ഒരു ബേസൊക്കെ അടർന്ന് പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ച ശേഷം വെച്ചാൽ കുഴപ്പമില്ല, ഒന്നുമില്ലാണ്ട് ഇൻഡക്ഷൻ ബേസ് ഉള്ള കുക്കറുകൾ ചൂടാക്കരുത്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സേഫ്റ്റി വാൽവിനെ കുറിച്ചാണ്. ഈ ഒരു സേഫ്റ്റി വാൽവ് എല്ലാ കുക്കറിനും ഉണ്ടാവും. പണ്ടത്തെ കുക്കറിനൊന്നും ഇങ്ങനെ മൂവ് ചെയ്യണതല്ല, ഇപ്പോഴത്തെ കുക്കറിനൊക്കെ ഇങ്ങനെയാണ്. അതായത് അതിൻ്റെ ഉള്ളിൽ പ്രഷർ നിറയുമ്പോൾ ഇതിങ്ങനെ പൊന്തും, പ്രഷർ പോയി ഫുള്ള് അതിൻ്റെ ഉള്ളിലത്തെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ അത് താഴും. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിൽ പ്രഷർ പോയോ ഇല്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ അത് വളരെ നല്ലതാണ് ഇപ്പോഴത്തെ ഈ ഒരു മോഡൽ. അപ്പോൾ ഈ ഒരു സേഫ്റ്റി വാൽവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിൽ പ്രഷർ നിറഞ്ഞിട്ട് നമ്മുടെ ആ വെയിറ്റിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ട് വിസിലടിക്കാണ്ടിരിക്കില്ലേ, അപ്പോൾ എന്താ ചെയ്യുക, പ്രഷറിന് പുറത്തോട്ട് പോകാൻ പറ്റാണ്ടാവുമ്പോൾ കുക്കർ പൊട്ടിത്തെറിക്കും എന്തായാലും. ആ ഒരു പൊട്ടിത്തെറിക്കുന്നത് ഒഴിവാക്കാനുള്ളതാണ് ഈ ഒരു സേഫ്റ്റി വാൽവ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു പ്രഷർ പുറത്തോട്ട് പോകും. അപ്പോൾ മിക്കവാറും അങ്ങനെ സംഭവിക്കുന്നതോടുകൂടി ആ ഒരു സേഫ്റ്റി വാൽവ് കേടാവും. അതിൻ്റെ ഉള്ളിൽ അവിടെ ഫുള്ള് അതിൻ്റെ ഉള്ളിലത്തെ അത് പോയിട്ട് അത് ഒരു ഹോള് വരും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ മുകളിലേക്ക് പ്രഷർ പോവുകയും ചെയ്യും. അപ്പോൾ ആ സേഫ്റ്റി വാൽവ് പിന്നെ നമ്മൾ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ കേടാവുമ്പോൾ എന്തായാലും വേറെ ചിലരൊക്കെ അത് എന്തെങ്കിലുമൊക്കെ വെച്ച് അടച്ചിട്ട് തൽക്കാലം കുക്കർ യൂസ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ
കൊണ്ടുപോയി നന്നാക്കേണ്ട ഒരു മടിക്കൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ അത് നമ്മൾ കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹോള് വന്ന് പ്രഷർ പുറത്തേക്കൊക്കെ പോയി സംഭവം ഓക്കെ ആയി കഴിയുമ്പോൾ എന്തായാലും അത് കൊണ്ടുപോയിട്ട് കടയിൽ കൊണ്ടുപോയിട്ട് മാറ്റുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ കടയിൽ കൊണ്ടുപോയിട്ട് നിസ്സാര പൈസ കൊടുത്ത് അത് മാറ്റാൻ പറ്റും. അപ്പോൾ അതങ്ങ് മാറ്റാം കേട്ടോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുക്കറിൻ്റെ സേഫ്റ്റിക്കും നമ്മുടെ സേഫ്റ്റിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് അത് അവരവിടെ വെച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം, നമുക്ക് വിസിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുക്കർ തുറക്കേണ്ട അത്യാവശ്യം ഉണ്ടെങ്കിൽ ചിലർ പെട്ടെന്ന് ഈ ഒരു വെയിറ്റ് ഊരാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഈ പൊക്കി ആവി കളയുന്ന പരിപാടി വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ അപകടങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അപകടം വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ തുറക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വഴി നമ്മളത് കിച്ചൻ്റെ ആ ഒരു പൈപ്പില്ലേ, സിങ്കിലെ പൈപ്പിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ച് കുക്കർ നന്നായിട്ട് തണുപ്പിക്കുക. വെള്ളം പൈപ്പ് അങ്ങോട്ട് തുറന്നിട്ട് നന്നായിട്ട് വെള്ളം വീഴുമ്പോൾ കുക്കർ തണുക്കുമ്പോൾ ആവി പോവുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ തുറക്കുക. അതാണ് ഇങ്ങനെ നമ്മൾ തട്ടി ആവി കളയുന്നതിനേക്കാളും സേഫ് ആയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ കുക്കറിനും ഓരോ കപ്പാസിറ്റി ഉണ്ട്. അതിൽ കൂടുതൽ ഫുഡ് നമ്മൾ കുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും അപകടങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതിൽ നമുക്കറിയാമല്ലോ, ഏകദേശം ഒരു അര ഭാഗത്തോളമൊക്കെ വെക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ 2 ട്രിപ്പായിട്ട് വെക്കുക, അല്ലാണ്ട് ഒരുമിച്ച് തന്നെ വെക്കുമ്പോൾ അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. ഇനി അതുപോലത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കറിൽ കഞ്ഞിയൊക്കെ വയ്ക്കുന്ന സമയത്ത് ആ ഒരു കഞ്ഞിവെള്ളം ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വന്നിട്ട് പൊന്തിയിട്ട് ആ ഒരു വെയിറ്റിൻ്റെ താഴേക്കൂടെ ഇങ്ങനെ പതഞ്ഞ് വരാറുണ്ട്. അതുപോലെ തന്നെ സാമ്പാറിന് പരിപ്പൊക്കെ വേവിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മഞ്ഞ കളറിൽ ഇങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് കുക്കറിൻ്റെ മൂടിയിൽ ലേശം ഒന്ന് ഓയിൽ തടവി കൊടുക്കുക. ഏതെങ്കിലും ഒരു ഓയിൽ മതി. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ കുക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ പരിപ്പൊക്കെ ആണെങ്കിൽ പരിപ്പിൽ കറിയിൽ ലേശം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ പൊന്തി പുറത്തേക്ക് വരില്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ കുക്കറിൽ പാകം ചെയ്യുന്ന സമയത്ത് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തിരക്കില്ലാത്ത സമയത്തൊക്കെ മാക്സിമം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാനായിട്ട് നോക്കുക. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കുക്കറിൻ്റെ അടിഭാഗം കരിഞ്ഞ് പിടിക്കാറുണ്ട്. അപ്പോൾ ആ ഫുഡൊക്കെ ഇളക്കി കളയാൻ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഉരയ്ക്കേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് ഇളകി വരാനുള്ള ഒരു ടിപ്പാണ് അടുത്തത് ഞാൻ പറയുന്നത്. ആദ്യം നമ്മൾ കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വിനാഗിരിക്ക് പകരം ചെറുതായിട്ട് ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങേൻ്റെ തൊലിയൊക്കെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ചെറുനാരങ്ങേൻ്റെ തൊലി അധികം ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, വിനാഗിരി ഇല്ലെങ്കിലും. അപ്പോൾ ഞാനിവിടെ എന്തായാലും വിനാഗിരിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 2 ചെറുനാരങ്ങ തൊലി എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ അപ്പക്കാരം കുക്കിംഗ് സോഡ എന്നൊക്കെ പറയുന്ന ആ ഒരു സോഡാപ്പൊടി, അത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അളവൊന്നുമില്ല, നമ്മുടെ എത്രത്തോളം കുക്കറിൽ കരിഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കുറച്ചിടുക. പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ഇല്ലേ, കിച്ചണിലുള്ള ഡിഷ് വാഷ് ഒരു 2 ഡ്രോപ്പ് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം, അപ്പോൾ കുറച്ചുള്ളെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു ഡിഷ് വാഷൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിങ്ങനെ പതഞ്ഞ് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ചെറുനാരങ്ങയുടെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിസിലടിച്ച് ഇങ്ങനെ ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ട് കഴുകി നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു അഴുക്കൊക്കെ അങ്ങനെ ഇളകി പോരും കേട്ടോ. അപ്പോൾ അധികം നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ടി വരില്ല. പെട്ടെന്ന് ഇങ്ങനെ കഴുകുമ്പോൾ വൃത്തിയായിട്ട് കിട്ടും. നമുക്ക് തിളയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിങ്ങനെ അഴുക്കുകളൊക്കെ ഇളകി വരും. ഇതുപോലെ നമ്മുടെ ഒരു ചട്ടകം വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി. നന്നായിട്ടൊക്കെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ അത്രയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആ ഉരയ്ക്കുന്നത് വളരെ കുറവ്, ജസ്റ്റ് ഒന്ന് ആക്കുമ്പോഴേക്കും നന്നായിട്ട് ക്ലീൻ ആവും. മറ്റേതാണെങ്കിൽ നമ്മൾ ഉരച്ച് കൈയൊക്കെ ആകെ ക്ഷീണിക്കില്ലേ നന്നായിട്ട് ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് തിളച്ചത് കുറച്ച് നേരം വെച്ചിട്ട് കഴിക്കാൻ മതി. എല്ലാം അഴുക്കും നന്നായിട്ട് ഇങ്ങോട്ട് കുതിർന്ന് വരട്ടെ. കണ്ടോ, ഇതിപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ക്ലീനായി വരുന്നുണ്ട്. ഇനി ഇത് വെറുതെ ഒന്ന് കഴുകിയെടുക്കുമ്പോഴേക്കും നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഇന്ന് ഷെയർ ചെയ്ത് തന്ന ഈ ഒരു ടിപ്സിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. പിന്നെ പ്രാർത്ഥനാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനലും കൂടി ഉണ്ട് എനിക്ക്, അത് സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ എൻ്റെ മോളുടെ ചാനലായിട്ടുള്ള ലോജിക് മാജിക് വിത്ത് പ്രാർത്ഥന റിഡിൽസിൻ്റെ ചാനലാണ്. റിഡിൽസ് ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു.
ഇതുപോലെ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സ് നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട്. എല്ലാം തന്നെ പുതുതായി വന്നവരൊക്കെ കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോസ്, എക്സ്റേ ഷീറ്റ് വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ബോട്ടിൽ ആർട്ടും ഒക്കെ കാണാത്തവർ കണ്ടു നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക്